ഒടിയനെ കുറിച്ചാണ് കേട്ടോ. ഒത്തിരി ഔഷധ ഗുണങ്ങളുള്ള ഒരു ചെടിയാണിത്. ഇതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഇംഗ്ലീഷിൽ ഇതിനെ ഗോൾഡൻ ബെറീസ് എന്നാട്ടോ പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ വൈറ്റമിൻ എ, വൈറ്റമിൻ സി എന്നിവ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. അതുപോലെ ഇതിൻ്റെ പഴം നമ്മൾ പഴുത്ത് കഴിയുമ്പോഴാണ് കഴിക്കുന്നത്. പച്ചയ്ക്ക് കഴിച്ചു കഴിഞ്ഞാൽ ഡയറി, അതുപോലെ നമ്മുടെ വയറിനൊരു ഡിസ്കംഫോർട്ടൊക്കെ ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ട് പഴുത്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ കഴിക്കുന്നത്. അതുപോലെ ഇതിൽ ധാരാളമായിട്ട് ഫൈബർ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ ധാരാളമായിട്ട് വൈറ്റമിൻ കെ അടങ്ങിയിട്ടുണ്ട്. വൈറ്റമിൻ കെ ഉള്ളത് കൊണ്ട് തന്നെ എല്ലിൻ്റെ വളർച്ചയ്ക്ക് അത് ഒത്തിരി നല്ലതാണ് കേട്ടോ. അതുപോലെ തന്നെ പൊട്ടാസ്യം, സോഡിയം, കാൽസ്യം, അയൺ ഇതൊക്കെ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. കരോട്ടിൻ അടങ്ങിയിട്ടുണ്ട്. പ്രമേഹ രോഗികൾക്ക് വരെയും കഴിക്കാനായിട്ട് നല്ലതാണ്. പിന്നെ ഇതിൽ ധാരാളമായിട്ട് ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടീസ് ഉണ്ട് കേട്ടോ. എന്ന് പറഞ്ഞാൽ ചെറിയൊരു വിഷഹാരിയാണിത്. നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന സ്വെല്ലിങ്, ചെറിയ നീര് അങ്ങനെയുള്ളതിനൊക്കെ നല്ലതാണ്. അതുപോലെ ഇതിന് ക്യാൻസർ സെല്ലുകളെ വരെ നശിപ്പിക്കാനുള്ള ഒരു കഴിവുണ്ട്. ക്യാൻസറിൻ്റെ സെല്ലുകളെ വരെ നശിപ്പിക്കാനുള്ള ഒരു കഴിവ് ഈ ഒരു ചെടിക്കുണ്ട്. അതുപോലെ ഇതിന് ഒരു ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ഉള്ളത് കൊണ്ട് എന്താ ഈ സ്വെല്ലിങ്, ശരീരത്തിൻ്റെ നീര് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തടയാനായിട്ട് ഉപകാരപ്രദമാണ്. പിന്നെ നമ്മുടെ ഇമ്മ്യൂണിറ്റിയെ ബൂസ്റ്റ് ചെയ്യാനായിട്ട് നല്ലതാണ് കേട്ടോ. പ്രതിരോധ ശക്തി ധാരാളമായിട്ട് തരുന്നുണ്ട് ഈ ഒരു പഴം. പിന്നെ നമ്മുടെ കണ്ണിൻ്റെ കാഴ്ചശക്തി വർദ്ധിപ്പിക്കാനായിട്ട് നല്ലതാണ് കേട്ടോ. പ്രായമാകുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു കാഴ്ചക്കുറവിനെ വരെയും ഇല്ലാതാക്കുന്നുണ്ട്. ഇത് കണ്ടോ. അപ്പോൾ നമ്മളിത് പഴുത്ത് കഴിയുമ്പോഴാണ് കേട്ടോ അത് കഴിക്കുന്നത്. ഇതൊക്കെ ചെറുതായിട്ട് പഴുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പഴുത്ത് കഴിയുമ്പോൾ നല്ലൊരു ഗോൾഡൻ നിറമാകും കേട്ടോ. അത് നല്ലൊരു ഗോൾഡൻ നിറമായിട്ട് വരും. ഇതാണ് നമ്മളിത് കഴിക്കുന്നത്. അപ്പോൾ പച്ചയ്ക്ക് കഴിച്ചു കഴിഞ്ഞാൽ കയ്പ്പായിരിക്കും. അത് മാത്രമല്ല അത്ര പച്ചയ്ക്ക് കഴിക്കുന്നത്ര നല്ലതല്ല. പഴുത്തിട്ടാണ് നമ്മളിത് കഴിക്കുന്നത്. അപ്പോൾ പണ്ടൊക്കെ ധാരാളമായിട്ടുണ്ടായിരുന്നു, വളരെ കുറവായിട്ട്. പണ്ടുള്ള ഉണ്ടായിരുന്നവർക്ക് ഇതൊക്കെയായിട്ട് കൂടുതലായിട്ടും കഴിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് പിന്നെ അവർക്കൊന്നും ക്യാൻസറൊന്നും അധികമൊന്നും വന്നിട്ടൊന്നുമില്ല. നമുക്കിതൊക്കെ ധാരാളമായിട്ട് വരും. നമ്മളിതൊന്നും കഴിക്കുന്നില്ല. അതുകൊണ്ടൊക്കെ തന്നെയാണ് നമുക്ക് രോഗങ്ങളൊക്കെ നമുക്ക് വരുന്നത്. നേരത്തെയൊന്നും ക്യാൻസറൊന്നും ഇതുപോലെ ഇല്ലായിരുന്നു. രോഗങ്ങളൊന്നും ഇതുപോലെ ഇല്ലായിരുന്നു. കാരണം അവരിതൊക്കെയാണ് കഴിച്ചുകൊണ്ടിരുന്നത്. അതുപോലെ കാഴ്ചക്കുറവാണെങ്കിലും അങ്ങനെ വരത്തൊന്നുമില്ലായിരുന്നു. അവരിതൊക്കെ കഴിച്ചുകൊണ്ടാണ് അവർക്ക് അങ്ങനെയൊന്നും ഉള്ള കാര്യങ്ങൾ വരാതിരുന്നിരുന്നത് കേട്ടോ. നമ്മളിതൊന്നും അധികം കഴിക്കുന്നില്ല. അതുകൊണ്ടാണ് നമുക്കിങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ധാരാളമായിട്ടും ഉണ്ടാകുന്നത്. അത് നല്ല വില വരുന്ന ഒരു പഴമാട്ടോ. കിലോയ്ക്ക് 1000 മുതൽ 2000 വരെ വില വരുന്ന ഒരു പഴമാണിത്. നമ്മുടെ നാട്ടിലും പുറംനാടുകളിലൊക്കെ കൃഷി ചെയ്യുന്നുണ്ട്. നല്ല ഇനം സ്പീഷീസുകളൊക്കെ കൃഷി ചെയ്തെടുക്കുന്നുണ്ട്. അതിനൊക്കെ ഇതിൽ കൂടുതൽ വലിപ്പം കാണും. നല്ല ഇനമൊക്കെ നമുക്ക് കൃഷി ചെയ്തെടുക്കുമ്പം അതിന് നല്ലൊരു ഓറഞ്ച് നിറമൊക്കെ ആയിരിക്കും പഴത്തിന്. അതിൽ കൂടുതൽ വലിപ്പവും കാണാൻ പറ്റും അതിൻ്റെ പഴത്തിന്. ഈ പറമ്പിലൊക്കെ ഉണ്ടായി നിൽക്കുന്നതിന് ഇത്രയൊക്കെ വലിപ്പമേ കാണുള്ളൂ. പക്ഷേ ഇത് ഒത്തിരി ഗുണങ്ങളുള്ളൊരു പഴമാണ്. അപ്പോൾ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഇതൊന്നും പറിച്ച് കളയരുത്. ഇതിൻ്റെ പഴമൊക്കെ പറിച്ച് കഴിക്കണം. ഒത്തിരി ഗുണമുള്ളൊരു പഴമാണിത്. ഞാനിത് കഴിക്കാറുണ്ട്. അതുപോലെ എൻ്റെ കൊച്ചിനും കൊടുക്കാറുണ്ട്. അവനിത് ഭയങ്കര ഇഷ്ടമാണ്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.